വയനാട്ടിൽ അനവധി ആളുകളാണ് മരിച്ചു വീണത്. അതിൽ മുസ്ലിമോ അമുസ്ലിമോ ഒന്നുമില്ല. ഒരുപാട് ആളുകൾ വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആളുകളാണ് മരിച്ചു വീണ് വെള്ളത്തിൽ അവരുടെ രൂപവും കോലമൊന്നും തിരിച്ചറിയാത്ത കോലത്തിലേക്ക് ആയി മാറി. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മുസ്ലിമാണോ അമുസ്ലിമാണോ എന്ന് അറിയാത്ത സാഹചര്യത്തിൽ എല്ലാവരെയും എല്ലാ മതാചാര പ്രകാരമാണ് സംസ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെ പ്രാർത്ഥനയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ അതിൽ തെറ്റ് വരുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം മുസ്ലിമായ ആളുകൾക്കാണല്ലോ മയ്യത്ത് നിസ്കാരവും കഫൻ ചെയ്യലും മറ്റൊക്കെ മുസ്ലിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ അത് ചെയ്തു കൊടുക്കൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. അതേപ്രകാരം തന്നെ ചില അവയവങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് മുസ്ലിമിൻ്റെതാണോ അമുസ്ലിമിൻ്റെതാണോ എന്നറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രം എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ സഹോദരങ്ങൾ കൂടിക്കലർന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ചില ബോഡികൾ മുസ്ലിങ്ങളതുണ്ട്, ചിലത് അമുസ്ലിങ്ങളതുണ്ട്. പള്ളിയും അമ്പലവും ഒക്കെയുള്ള പ്രദേശത്തിൽ നിന്നുള്ള ബോഡികളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാം മിക്സ്ഡാണ്, തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇങ്ങനെ ആകുന്ന സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഫുഖഹാ പറയുന്നുണ്ട്. അത് രണ്ട് രൂപത്തിൽ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ രൂപം എന്ന് പറയുന്നത് എല്ലാവരുടെ പേരിലും നിസ്കരിക്കുക എന്നുള്ളത്, എല്ലാവരിൽ നിന്നുള്ള മൊത്തത്തിൽ ഒരൊറ്റ നിസ്കാരം, അതല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഓരോരുത്തരുടെ മേലുള്ള നിസ്കാരമാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? എല്ലാ ബോഡികളും കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും മറമാടുകയൊക്കെ ചെയ്യണം. അതെല്ലാ ബോഡികളും ചെയ്യുന്നത് പോലെ ചെയ്യണം. ഈ നിസ്കാരത്തിൻ്റെ കാര്യം വരുമ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു? മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി ഒരൊറ്റ നിസ്കാരം നിസ്കരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിൽ അമുസ്ലിങ്ങളുണ്ടാവില്ലേ? അപ്പോൾ എന്താണ് നിയ്യത്ത് വെക്കേണ്ടത്? ഇതിൽ നിന്നുള്ള മുസ്ലിങ്ങളുടെ പേരിൽ ഞാൻ നിസ്കരിക്കുന്നു എന്നുള്ള നിയ്യത്ത് വെച്ചിട്ടാണ് നിസ്കരിക്കേണ്ടത്. അതേപ്രകാരം തന്നെ അതിലുള്ള ദുആയിൽ, ആ മയ്യത്തുകൾക്ക് വേണ്ടിയുള്ള ദുആയിൽ എന്ത് വേണം? അതിൽ നിന്നുള്ള മുസ്ലിങ്ങൾക്ക് പുറത്തു കൊടുക്കണേ, അല്ലാഹു മഗ്ഫിർ മുസ്ലിമീന മിൻഹും, അതിൽ നിന്നുള്ള മുസ്ലിമീങ്ങൾക്ക് പുറത്തു കൊടുക്കണേ എന്നാണ് അതിൽ ദുആയിൻ്റെ കൂട്ടത്തിൽ ചെയ്യേണ്ടത്. അതേപ്രകാരം തന്നെ മറ്റൊരു രൂപം എന്ന് പറയുന്നത് എന്താണ്? ഓരോ ആളുകൾക്കും വേണ്ടി നിസ്കരിക്കുക. അപ്പോൾ ഓരോ ആളുകൾക്കും നിസ്കരിക്കുമ്പോൾ ചില ആളുകൾ അമുസ്ലിങ്ങളാവാലോ. അപ്പോൾ എന്താണ് നമ്മൾ നിയ്യത്ത് വെക്കേണ്ടത്? ഇദ്ദേഹം മുസ്ലിം ആണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയുള്ള മയ്യത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു. അതേപോലെ തന്നെ ദുആ ചെയ്യുന്ന സമയത്തും അല്ലാഹുമ്മ ഗഫിർ ലഹു ഇൻ കാന മുസ്ലിമൻ, അദ്ദേഹം മുസ്ലിം ആണെങ്കിൽ ദോഷം പുറത്തു കൊടുക്കണേ എന്ന രൂപത്തിലാണ് ദുആവും ചെയ്യേണ്ടത് നിസ്കാരത്തിൽ. അപ്പോൾ ഇതേ പ്രകാരം തന്നെ ഈ ഒരു അവയവമാണ്, ബോഡി തിരിച്ചറിയാത്തൊരു അവയവമാണ് കിട്ടുന്നതെങ്കിലൊക്കെ അപ്പോഴും ഇതേ പ്രകാരം തന്നെ കഴുകലും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെ നിസ്കരിക്കണം. ഈ രൂപത്തിൽ തന്നെ ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹം മുഅ്മിനാണ്, മുഅ്മിൻ്റെ അവയവമാണെങ്കിൽ എന്നുള്ള രൂപത്തിലാണ് അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അല്ലാഹു ഉപകാരപ്രദമായ അറിവുകൾ വർദ്ധിപ്പിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.